ഹായ് ഓൾ, സ്പോർട്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ന്യൂസിലൻഡിനെതിരായിട്ടുള്ള ആദ്യ ട്വന്റി മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. 48 റൺസിലാണ് ഇന്ത്യ ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തിയത്. അഭിഷേക് ശർമ്മയാണ് കളിയിലെ താരം. ടോസ് ലഭിച്ച് ആദ്യം ബോളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു ന്യൂസിലൻഡ്. ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ ഇന്ത്യക്ക് പവർ പ്ലേയിൽ തന്നെ 2 വിക്കറ്റുകളാണ് നഷ്ടമായത്. 7 ബോളിൽ 10 റൺസെടുത്ത് സഞ്ജുവും 5 ബോളിൽ 8 റൺസെടുത്ത് ഇഷാൻ കിഷനും മടങ്ങി. എന്നാൽ 3-ാം വിക്കറ്റിൽ കൂട്ടുചേർന്ന അഭിഷേക് ശർമ്മയും സൂര്യകുമാറും ചേർന്ന് 47 പന്തിൽ 99 റൺസിന്റെ പാർട്ണർഷിപ്പാണ് ഇന്ത്യക്ക് നൽകിയത്. 22 പന്തിൽ 32 റൺസ് നേടി ക്യാപ്റ്റൻ സൂര്യകുമാർ മടങ്ങിയപ്പോൾ കളിയിലെ താരമായ അഭിഷേക് ശർമ്മ 35 പന്തിൽ 5 ഫോറുകളും 8 സിക്സറും ഉൾപ്പെടെ 240 സ്ട്രൈക്ക് റേറ്റിൽ 84 റൺസാണ് നേടിയത്. ഓൾറൗണ്ടറായി ഇറങ്ങിയ റിങ്കു സിംഗും വെടിക്കെട്ട് പ്രകടനമാണ് കാഴ്ചവെച്ചത്. 20 പന്തിൽ 4 ഫോറും 3 സിക്സും ഉൾപ്പെടെ 44 റൺസാണ് റിങ്കു സിംഗ് നേടിയത്. അങ്ങനെ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ 238 റൺസ് എന്ന കൂറ്റൻ ടാർഗറ്റിലാണ് കളി അവസാനിപ്പിച്ചത്. 239 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നു വന്ന ന്യൂസിലൻഡിന് തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ നഷ്ടമാവുകയായിരുന്നു. 40 പന്തിൽ 78 റൺസ് നേടി ഗ്ലെൻ ഫിലിപ്സും 24 പന്തിൽ 39 റൺസ് നേടി ചാപ്മാനും കൂടി ന്യൂസിലൻഡിന് വിജയപ്രതീക്ഷ നൽകിയെങ്കിലും 20 ഓവറിൽ 190 റൺസ് എടുക്കാനേ ന്യൂസിലൻഡിന് സാധിച്ചുള്ളൂ. മികച്ച ബോളിംഗ് പ്രകടനമായിരുന്നു ഇന്ത്യയുടേത്. 2 വിക്കറ്റുകൾ വീതം ശിവൻ ദുബെയും വരുൺ ചക്രവർത്തിയും വീഴ്ത്തിയപ്പോൾ ഓരോ വിക്കറ്റുകൾ വീതം അർഷദീപ് സിംഗും ഹാർദിക് പാണ്ഡ്യയും അക്ഷർ പട്ടേലും നേടി. ഇതോടെ 5 മത്സര പരമ്പരയിൽ 1-0 ഇന്ത്യ മുന്നിട്ടു നിൽക്കുകയാണ്.